വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ആക്വേഷ് സംഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഘടനയുടെ ആസ്ഥാനം മലപ്പുറത്തെന്ന വിവരം. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ആക്വേഷ് കൂട്ടായ്മയിലുള്ളത്. വീട്ടിലെ പ്രസവം അമ്മയോടും കുഞ്ഞിനോടും ചെയ്യുന്ന ക്രൂരതയാണെന്ന് ഗൈനക്കോളജിസ്റ്റ് ബാല ഗുഹൻ പറയുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ ഒരു സ്ത്രീ മരിച്ചിരുന്നു. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കി അതിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന, അതിൻ്റെ പേര് ആക്വേഷ് എന്നാണ്, അതിൻ്റെ ആസ്ഥാനം മലപ്പുറത്ത് തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? രോഹിണി, കൃത്യമായി തന്നെ വീട്ടിലെ പ്രസവം അതിന് പ്രോത്സാഹനം നൽകുക, അത്തരക്കാർക്ക് അവാർഡ് വിതരണം ചെയ്യുക. ഈ അവാർഡ് വിതരണം ചെയ്തതോടുകൂടിയാണ് ഈ അക്കുഷ് സംഘടനയെ കുറിച്ച് ആദ്യം നമ്മളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. മാത്രമല്ല, എന്താണ് ഈ അക്കുഷ് സംഘടന എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്ന സമയത്താണ് ഈ അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം നടത്തുന്ന സ്ഥാപന ഉടമയുമായി സംസാരിച്ചതിനെ തുടർന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ അക്കുഷ് എന്ന് പറയുന്നത് അക്യുപഞ്ചർ പഠിച്ചിട്ടുള്ള അതിലെ തന്നെ മറ്റൊരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ്. അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു അസോസിയേഷൻ പോലെയുള്ള ഒന്നാണ് ഈ അക്കുഷ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മ പ്രധാനമായും പ്രവർത്തിക്കുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അക്കുഷ് അക്കാദമികളൊക്കെ തന്നെ ഉണ്ട് എന്ന വിവരവും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മലപ്പുറത്താണ് ഏറ്റവും അധികം വീട്ടിലെ പ്രസവം നടക്കുന്നത് എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. വിവരാവകാശം നൽകിയതിലൂടെ നമുക്കും ലഭിച്ച വിവരം മലപ്പുറത്താണ് ഏറ്റവും അധികം. ആരോഗ്യ വകുപ്പ് അടക്കം അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ അക്കുഷ് സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ പ്രവർത്തനം എന്താണ് എന്ന് അറിയുകയും ചെയ്യേണ്ടതിന്റെയും ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഈ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് ഒരു യുവതി മരണപ്പെട്ടിരുന്നു. ആ യുവതിയും അക്യുപഞ്ചർ പഠിച്ചിരുന്നു എന്നാണ് ആ യുവതിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ യുവതി ഈ അക്കുഷ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നു, അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഈ തരത്തിൽ കൂടി അന്വേഷണം പോകേണ്ടത് ഉണ്ട്. മറ്റൊന്ന്, ഈ അക്കുഷ് സംഘടന കൃത്യമായി തന്നെ ഇവരിൽ ഒരു കൂട്ടായ്മയാണ്. ഈ അക്യുപഞ്ചർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ അക്കുഷ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് അനുസരിച്ചാണെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടവർ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടായ്മയാണ് ഈ അക്കുഷ് എന്ന് പറയുന്ന കൂട്ടായ്മ. ആ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. അവരാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത്. അവർക്ക് വേണ്ടിയാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കിതിൽ ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും തന്നെ ബോധ്യപ്പെടില്ലെങ്കിൽ പോലും ഇതിന്റെ പ്രവർത്തനം അതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രം മലപ്പുറത്ത് മാത്രമല്ല, ഈ കോഴിക്കോട് നടക്കാവിലും ഇത്തരത്തിലൊരു അക്കുഷ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതിന്റെയും പ്രവർത്തനം, അതായത് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് എല്ലാ രീതിയിലുള്ള സഹായം നൽകുക അല്ലെങ്കിൽ പിന്തുണ നൽകുക എന്നാണ് അവർ പറയുന്നതെങ്കിൽ പോലും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. അതായത് ശരീഅത്തനുസരിച്ചുള്ള മത പ്രസവം, വീട്ടിലെ പ്രസവം അത് പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ഇവരുടെയും ലക്ഷ്യമെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ അക്കുഷ് സംഘടനയെ കുറിച്ച് കൃത്യമായ ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട് രോഹിണി. അതെ, തീർച്ചയായും. കാരണം ഇത്തരത്തിലുള്ള വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. അതുമാത്രമല്ല, അതിനായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക കൂടി വേണം. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.